നമസ്കാരം. മാത് വി ലേണിംഗ് +1 +2 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 മാർച്ച് 2024 പരീക്ഷ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ റിവിഷൻ വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ മാർച്ച് പരീക്ഷയിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം LPP-യിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ 6 മാർക്ക് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. ഒറ്റ ക്വസ്റ്റ്യൻ 6 മാർക്ക് അല്ലെ, ഗ്രാഫ് വരച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്കെയിലും പെൻസിലും ഒക്കെ എല്ലാവരും കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. എന്താണ് ചോദ്യം? സോൾവ് ദ LPP ഗ്രാഫിക്കലി. ഈ LPP ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. മാക്സിമൈസ് z equal to 250x plus 75y subject to 5x plus y less than or equal to 100, x plus y less than or equal to 60, x comma y greater than or equal to 0. ഇത് 2023 മാർച്ചിലെ ചോദ്യം ആണ് കേട്ടോ. 2023 മാർച്ചിലെ ചോദ്യമാണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒറ്റ ക്വസ്റ്റ്യൻ 6 മാർക്ക്. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യാനായിട്ട് നിങ്ങൾ അതിന്റെ 2 ഇക്വേഷൻസ്, ആ കൺസ്ട്രെയിൻസ് എടുക്കുക. സബ്ജക്ട് ടു എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ് എടുക്കുക. ഒന്നാമത്തെ ഇൻഇക്വാലിറ്റി നമുക്ക് ഇക്വേഷൻ ആക്കി മാറ്റാം. 5x plus y equal to 100. ഇനി അതിന് കറസ്പോണ്ടിങ് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കും. അപ്പൊ എക്സും വൈയും കൊടുക്കുക. ഇവിടെ എക്സിന് 0 കൊടുത്താൽ y എന്താവും? ഇവിടെ x 0 ആയി പോയാൽ y equal to 100 എന്ന് വരും അല്ലെ. ഇനി yക്ക് 0 കൊടുത്താലോ 5x equal to 100 എന്ന് വരും. x എന്ന് പറഞ്ഞാൽ 20 എന്ന് കിട്ടും അല്ലെ. രണ്ടാമത്തെ ഇക്വേഷൻ അതുപോലെ ഇൻഇക്വാലിറ്റി ഇക്വേഷൻ ആക്കി മാറ്റാം. x plus y equal to 60 ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, ദെൻ അതിന് നമ്മൾ ഇതുപോലെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് എക്സിന്റെയും വൈന്റെയും ഒക്കെ വാല്യൂസ് കണ്ടുപിടിക്കാം. x 0 ആകുമ്പോൾ y 60, y 0 ആകുമ്പോൾ x 60 അല്ലെ. അപ്പൊ ഈ 2 ഇൻഇക്വാലിറ്റീസ് നമ്മൾ ഇക്വാലിറ്റി ആക്കി മാറ്റി അതിന് ലൈൻസ് വരയ്ക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഗ്രാഫിലെ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് നമ്മൾ ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു സ്കെയിലൊക്കെ മാർക്ക് ചെയ്യണം. സ്കെയില് നമ്മളിപ്പോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആ കിട്ടുന്ന വാല്യൂവിനനുസരിച്ച് മാർക്ക് ചെയ്യാൻ. ഞാനിപ്പോ 10 സ്കെയിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിവിടെ 10, ഇത് 20, 30, 40, 50, 60, 70, 80 അങ്ങനെ മാർക്ക് ചെയ്യാം. മുകളിലേക്ക് 10, 20, 30, 40, 50, 60, 70, 80, 90, 100. വൈയുടെ വാല്യൂ 100 വരണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇത് x ആക്സിസ്, ഇത് y ആക്സിസ് അല്ലെ. ഇനി നമുക്ക് ആ വാല്യൂസ് മാർക്ക് ചെയ്യാം. ഏതാണ്? x 0 ആകുമ്പോൾ y 100ഉം x 20 ആകുമ്പോൾ y 0ഉം. x 0 ആകുമ്പോൾ y 100 ആണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ ആ പോയിന്റ്. നമ്മൾ മാർക്ക് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ഇതാണ്. x 0 ആകുമ്പോൾ y 100. ഇനി x 20 ആകുമ്പോൾ y 0, 20, 0. ഈ 2 പോയിന്റ്സും ജോയിൻ ചെയ്ത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കും. സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കണം. ഞാനിവിടെ വരയ്ക്കുമ്പോൾ അത്ര വലിയ പെർഫെക്റ്റ് ആവില്ല. ഇങ്ങനെ വരച്ചു. ഇതാണ് ഫസ്റ്റ് ലൈൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൈൻ നോക്കുക. രണ്ടാമത്തെ ലൈനിൽ x 0 ആകുമ്പോൾ y 60ഉം y 0 ആകുമ്പോൾ x 60ഉം ആണ് അല്ലെ. അപ്പോ തിരിച്ച് x 60 ആവുമ്പോൾ y 0 ആണ്. അതുപോലെ y 60 ആവുമ്പോൾ x 0 ആണ്. അപ്പൊ 0, 60. ഇതാണ് പോയിന്റ്. ഓക്കെ, ഒരു ലൈൻ വെച്ച് ഇതും വരയ്ക്കാം. സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കണം. ഇതാണ് നമ്മുടെ ലൈൻ. ശരിയല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇൻഇക്വാലിറ്റി നോക്കുന്നത് രണ്ടാമത്തെ ലൈനാണ്. ഇൻഇക്വാലിറ്റിയിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് അല്ലെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ റീജിയൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധാരണ ചെയ്യുന്ന എന്താ? ഇതാണ് ഫസ്റ്റ് ലൈൻ, ഇതാണ് സെക്കൻഡ് ലൈൻ അല്ലെ. ഇതിന് നമ്മൾ എന്ത് കൊടുക്കും? 0, 0 എക്സിനും വൈക്കും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും രണ്ടിലും. അപ്പൊ ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്ന് വരും. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 0 ഇൻക്ലൂഡ് ചെയ്യുന്ന റീജിയൻ ആണ് ഇതിന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെയും എന്താണ്? 0, 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് കിട്ടും. അവിടെയും 0 ഇൻക്ലൂഡ് ചെയ്യുന്ന റീജിയൻ ആണ് നമ്മൾ മാർക്ക് ചെയ്യുക. ലെസ് ദാൻ ആകുമ്പോൾ മിക്കവാറും ആ ലൈനിന്റെ താഴേക്കായിരിക്കും റീജിയൻ എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. നമ്മുടെ ഫീസിബിൾ റീജിയൻ 2 ഇൻഇക്വാലിറ്റിക്കും താഴെ വരുന്ന അല്ലെങ്കിൽ 2 ലൈനിനും താഴെ വരുന്ന റീജിയൻ ആണ്. ഇതാണ് അപ്പൊ നമ്മുടെ ഫീസിബിൾ
റീജിയൻ. അറിയാലോ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഫീസിബിൾ റീജിയൻ വരുന്നത് എന്നുള്ളത്. രണ്ട് ലൈനിനും താഴെ, ഈ പച്ച ലൈനിനും താഴെ, റെഡ് ലൈനിനും താഴെ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കോർണറുകൾ വേണം. ഏതൊക്കെയാണ് കോർണറുകൾ? ഒന്ന് 0 ആണ് കോർണർ, പിന്നെ ഒന്ന് 20 0 ആണ് കോർണർ, പിന്നെ ഒന്ന് 0 60 ആണ് കോർണർ, പിന്നെ ഈ കോർണർ വേണം. ആ കോർണർ ഈ രണ്ട് ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെ, ഈ രണ്ട് ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ 5x + y = 100 എന്ന് പറയുന്ന ലൈനും, അതുപോലെ x + y = 60 എന്ന് പറയുന്ന ലൈനും മൈനസ് ചെയ്യുക രണ്ട് ഇക്വേഷനും കൂടെ. 4x = 0 ആവും അല്ലെ, y - y ഇത് 14 വരും. therefore x = 10 എന്ന് കിട്ടും. x 10 ആണെങ്കിൽ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? y = 60 - 10 that is equal to 50 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ x 10 ഉം y 50 ആണ്. അപ്പൊ ഈ കോർണർ 10, 50 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫീസിബിൾ റീജിയൻ ആയി, കോർണറുകളായി. നമുക്കത് ഇങ്ങനെ എഴുതാം. കോർണേഴ്സ് ഇതൊക്കെയാ, ഒന്ന് 0 0, പിന്നൊന്ന് 20 0, പിന്നൊന്ന് 0 60, ലാസ്റ്റ് കോർണർ 10 50. ഇനി നമ്മളിവിടെ സെറ്റിന്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. ആ സെറ്റിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം വാല്യൂ ആ കിട്ടേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് സെറ്റിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തായിരുന്നു സെറ്റ്? 250x + 75y ആയിരുന്നു അല്ലെ. 250x + 75y ആണ് സെറ്റ്. അപ്പൊ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിനും വൈക്കും 0 0 കൊടുത്താൽ ഇത് 0 ആയി പോകും. ഇനി എക്സിന് 20, വൈക്ക് 0 കൊടുത്താൽ 250 × 20 എത്ര വരും? 250 × 2 500, 5000 വരും അല്ലെ. 5000. y 0 ആയതുകൊണ്ട് പിന്നെ അത് നോക്കണ്ട. അടുത്തത് 0 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 75 × 60 വരും അല്ലെ. 75 × 60 4500 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഈ വാല്യൂ 10 ഉം 50 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 10 കൊടുത്താൽ 2500 കിട്ടും അല്ലെ. എക്സിന് പകരം 10 കൊടുത്താൽ 2500 പ്ലസ് ഇവിടെ 75 × 50 3750. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഞാൻ ഇവിടെ എഴുതാം, 6250. അപ്പൊ ഇവിടുത്തെ മാക്സിമം വാല്യൂ ഓഫ് z എന്താ? മാക്സിമം z is 6250 at 1050 അല്ലെ. 1050 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഈ ഒരു പ്രോബ്ലത്തിന് മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇതാണ് ചോദ്യം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 6 മാർക്കാണ് കിട്ടുക. അപ്പൊ ഇതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെയാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/2 മാർക്കാണ് കിട്ടുക. ഈ ഒരു ലൈനിന്റെ പോയിന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇതും ചെയ്യുമ്പോൾ 1/2 മാർക്ക് കിട്ടും. അപ്പൊ 1 മാർക്കായില്ലേ. ഇനി ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് 3 മാർക്കാണ്. അപ്പൊ 4 മാർക്കായി. ഇനി 2 മാർക്ക് വരുന്നത് ഇവിടെ ഈ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നതിനും ഈ കോർണർ പോയിന്റുകൾ എഴുതുന്നതിനും. കോർണർ പോയിന്റുകൾ എഴുതുന്നതിന് 1 മാർക്ക്, എല്ലാ കോർണർ പോയിന്റുകളും അതിന്റെ വാല്യൂ എഴുതുന്നതിന് 1 മാർക്ക്, പിന്നെ ഈ മാക്സിമം വാല്യൂ എഴുതുന്നതിന് 1 മാർക്ക്. അങ്ങനെ ടോട്ടൽ 6 മാർക്കാണ് ഈ ഒരു ചോദ്യത്തിനുള്ളത്. ഗ്രാഫിന് 3 മാർക്കാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഗ്രാഫിന് 3 മാർക്ക് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം ഇത് നമ്മുടെ മാർച്ച് 2022 ചോദ്യമാണ്. ഓക്കെ, സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലി. ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 2022, 2021, 2020 ചോദിച്ചു. 3 പ്രാവശ്യം ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതാണ് മാക്സിമൈസ് ചെയ്യാണ് വേണ്ടത്. z = 3x + 2y ആണ്, സബ്ജക്ട് ടു ദിസ് കണ്ടീഷൻസ്. അപ്പൊ നമുക്ക് ആ കൺസ്ട്രെയിൻസ് എടുക്കാം. x + 2y = 10. അതിന് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിന്റ്സ്, കോർണർ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കുക. x y കോർണർ അല്ല, കോർഡിനേറ്റ്സ്. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ yക്ക് 5 എന്ന് വരും അല്ലെ. എങ്ങനെയാ? എക്സിന് 0 കൊടുക്കുമ്പോൾ 2y = 10, y = 5 എന്ന് വരും. yക്ക് 0 കൊടുത്താൽ x 10 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ 3x + y = 15 ആണ്. അതിൽ എക്സിനും വൈക്കും വാല്യൂസ് ഇതുപോലെ കൊടുത്തു നോക്കാം. എക്സ് വൈ, എക്സിന് 0 കൊടുത്താൽ y 15 ആണ്, yക്ക് 0 കൊടുത്താൽ x 3x 15 ആണ്. അപ്പൊ x = 5 എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ കോർണർ പോയിന്റുകളായി. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാൻ ഇവിടെ 10 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ചെറിയ ഒരു സ്കെയിൽ എടുത്താൽ മതി. 5, 10, 15 and 20. 5, 10, 15 and 20. ഓക്കെ, ഇനി ഫസ്റ്റ് ലൈനിൽ ഏതൊക്കെയാ പോയിന്റ്സ് നോക്കൂ. 0, 5, 10, 0 അല്ലെ. 10, 0 ഉണ്ട് ഒരു പോയിന്റ്, 10, 0, പിന്നെ 0, 5 ആണ്. 0, 5 ഒരു പോയിന്റ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, അടുത്ത ലൈൻ വരയ്ക്കാനുള്ള പോയിന്റ്സ് 0, 15ഉം 5, 0യും. 5, 0 ഉണ്ട് ഒരു പോയിന്റ്, 5, 0, പിന്നെ 0, 15 ആണ് ഇവിടെ.
0, 15. ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ് കേട്ടോ. ഇവിടെ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ലെസ് ദാൻ ആയതുകൊണ്ട് മിക്കവാറും എന്ത് തന്നെയായിരിക്കും, നമ്മുടെ താഴെ ലൈനിന്റെ താഴെ തന്നെ ആയിരിക്കും. നിങ്ങൾ 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 ലെസ് ദാൻ 10 എന്ന് വരും, 0 ലെസ് ദാൻ 15 വരും. ലൈനിന്റെ താഴെയാണ് വരിക. അപ്പൊ നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ കാണുന്നതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഓക്കെ, റീജിയൻ ആയി. ഇനി അതിന്റെ കോർണർ പോയിന്റുകൾ വേണം. ഈ കോർണർ പോയിന്റ് 0, 0 ആണ് ഒറിജിൻ അല്ലെ. പിന്നെ 5, 0 ഉണ്ട്, പിന്നെ 0, 5 ഉണ്ട്. ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ രണ്ട് ലൈനും കൂടെ സോൾവ് ചെയ്താണ് കണ്ടുപിടിക്കാൻ. ഇവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെ 3 ആക്കാൻ വേണ്ടിയിട്ട് ഇത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ 3x പ്ലസ് 6y ഈക്വൽ ടു 30 എന്ന് കിട്ടും. ഇവിടെ താഴെ 3x പ്ലസ് y ഈക്വൽ ടു 15. മൈനസ് ചെയ്യുക, എക്സ് ക്യാൻസൽ ആയി പോകും. ഇവിടെ വരുന്നത് 5y ഈക്വൽ ടു 15 ആണ്. ദർഫോർ y ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലെ. y ഈക്വൽ ടു 3 എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? x ഈക്വൽ ടു 10 മൈനസ് 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. 4, 3 ആണ് ആ പോയിന്റ്. 4x 4 y 3. ഓക്കെ, ദെൻ കോർണർ പോയിന്റുകൾ എഴുതാം. കോർണേഴ്സ് ആൻഡ് z ന്റെ വാല്യൂ എന്തായിരുന്നു എന്ന് എഴുതി വെക്കണേ. 3x പ്ലസ് 2y ആണ് z ന്റെ വാല്യൂ. 3x പ്ലസ് 2y. ഓക്കെ, കോർണർ പോയിന്റ്സ് 0, 0, പിന്നെ 5, 0, പിന്നെ 0, 5 ആൻഡ് 4, 3. ഇതാണ് z ന്റെ വാല്യൂ. 0 വരും, 0, 0 കൊടുത്താൽ ഇവിടെ 5 കൊടുത്തു കഴിഞ്ഞാൽ 5, 0 കൊടുത്തു കഴിഞ്ഞാൽ 15 കിട്ടും. ഇനി 0, 5 കൊടുത്തു കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. 4 and 3 കൊടുത്തു കഴിഞ്ഞാൽ 12 പ്ലസ് 6 എന്ന് കിട്ടും, 18. നമുക്ക് വേണ്ടത് മാക്സിമം ആയതുകൊണ്ട് മാക്സിമം ഓഫ് സെറ്റ് ഇസ് 18 അറ്റ് 4, 3. എപ്പോഴും ഈ കണ്ടുപിടിക്കുന്ന ഈ കോർണർ പോയിന്റിലാണ് മാക്സിമം എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6 മാർക്കാണ്. ഇതാണ് 2022 മാർച്ചിൽ ചോദിച്ച ചോദ്യം. ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് 20-ലും 21-ലും 20-ലും ചോദിച്ചിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ചോദ്യം പറയുന്നതിന് മുമ്പ് നമ്മൾ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം കീം 2024 എക്സാമിന് വേണ്ടിയിട്ട് എൻട്രൻസ് മാത്തമാറ്റിക്സിന്റെ ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്പിലൂടെ മാത്വി ലേണിംഗ് ആപ്പിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 199 ആണ് ഫീസ് വരുന്നത്. ഓക്കെ, ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 കേട്ടോ. April 1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. 20-25 ദിവസങ്ങളായിരിക്കും നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. മാക്സിമം എൻട്രൻസ് എക്സാം വരെ നമ്മൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകും. ലൈവ് സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. PYQ ഡിസ്കഷനും മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കോഴ്സിന്റെ ലിങ്കും കാര്യങ്ങളും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോഴ്സ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ. മൂന്നാമത്തെ ചോദ്യം സോൾവ് ദ LPP ഗ്രാഫിക്കലി. മിനിമൈസ് ചെയ്യാനുള്ള ചോദ്യമാണ്. x plus 2y less than or equal to 8 and 3x plus 2y less than or equal to 12, x comma y greater than or equal to 0. First equation x plus 2y equal to 8. ബോക്സ് വരയ്ക്കുക. എക്സിന്റെ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കുക. x 0 ആകുമ്പോൾ y 8, സോറി y 4 അല്ലെ. x 0 ആകുമ്പോൾ y 4 ആൻഡ് y 0 ആകുമ്പോൾ x 8. രണ്ടാമത്തെ ലൈൻ 3x plus 2y equal to 12. അതിന്റെ വാല്യൂ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. x 0 ആകുമ്പോൾ y 6 അല്ലെ, y 6 ആണ്. y 0 ആകുമ്പോൾ x 4. ഓക്കെ, ഇത്രയും കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഗ്രാഫ് വരയ്ക്കാം. 0, 8 അപ്പൊ 2 വെച്ച് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. 2 സ്കെയിൽ കൊടുത്താൽ മതി. 2, 4, 6, 8, 10 x ആക്സിസില്. y ആക്സിൽ അതുപോലെ തന്നെ 2, 4, 6, 8 y ആക്സിസ്. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കോർണർ പോയിന്റുകൾ വേണം. ആദ്യത്തെ ലൈനിന്റെ കോർണർ പോയിന്റ് 0, 4 8, 0. 80 and 04. 80, 80. ഇതാണ് 80. 8,0 and 04. 0,4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ. ഓക്കെ, ഒന്നുകൂടെ വരയ്ക്കാം. കറക്റ്റായിട്ട് നിങ്ങൾ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ. കറക്റ്റ് ആവണേ ലൈൻ വരയ്ക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ കോർണർ പോയിന്റ് 0, 6 40. 40 and 06. രണ്ടാമത്തെ കോർണർ പോയിന്റ് 40, 40 and 06. 06, 0 and 6 ആണ്.
ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കാം. ഇനി ഇത് മിക്കവാറും ലെസ് ദാൻ തന്നെയാണ് അല്ലെ, ലെസ് ദാൻ തന്നെയാണ്. അപ്പോൾ താഴെ തന്നെ ആയിരിക്കും ആ ഒരു കർവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. എല്ലാം അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അടുത്ത പ്രോബ്ലം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇതിന്റെ കോർണർ പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക. ഇതാണ് ഒരു കോർണർ പോയിന്റ് 0 പിന്നെ 4 ആണ് ഒരു പോയിന്റ്, പിന്നെ 0 ആണ് അടുത്ത പോയിന്റ്. ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. ഇവിടെ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 ഉണ്ട്, അതുപോലെ 3x പ്ലസ് 2y ഈക്വൽ ടു 12 ഉണ്ട്. മൈനസ് ചെയ്താൽ 2x ഈക്വൽ ടു 4 കിട്ടും, x ഈക്വൽ ടു 2. ആ x ഈക്വൽ ടു 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2y ഈക്വൽ ടു 6 എന്ന് വരും, y ഈക്വൽ ടു 3 എന്നും കിട്ടും. 2 3 ആണ് ആ കോർണർ പോയിന്റ്. 2 3 x 2 y 3. ഓക്കെ, അപ്പൊ ആയി നമുക്ക് കോർണർ പോയിന്റ്സ് ആയി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാല്യൂ എഴുതാം. കോർണേഴ്സ് ആൻഡ് z. z വാല്യൂ നോക്കണേ. z മൈനസ് 3x പ്ലസ് 4y ആണ്. മൈനസ് 3x പ്ലസ് 4y, മൈനസ് 3x പ്ലസ് 4y. ശ്രദ്ധിക്കണം, മിനിമൈസ് ചെയ്യാനുള്ള ചോദ്യമാണ്. കോർണർ പോയിന്റുകൾ ഒന്ന് 0 0, പിന്നൊന്ന് 4 0, പിന്നൊന്ന് 0 4, പിന്നൊന്ന് 2 3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ 0 എന്ന് കിട്ടും. പിന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 12 എന്ന് കിട്ടും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് 6 പ്ലസ് 12 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 6. മിനിമം വാല്യൂ മൈനസ് 12 അല്ലെ. മിനിമം ഓഫ് z is മൈനസ് 12 അറ്റ് 4 0. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതെല്ലാം 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അടുത്തത് 4ാമത്തെ ചോദ്യം നോക്കൂ. Consider the linear programming problem. Maximize z equal to 50x plus 40y. X greater than or equal to, x plus 2y greater than or equal to 10 ഉം 3x plus 4y less than 24. വ്യത്യാസമുണ്ട് നോക്കാം. x plus 2y equal to 10 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആക്കി മാറ്റുക. സോൾവ് ചെയ്യുക. ബോക്സ് വരച്ചിട്ട് എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുക. x ഈക്വൽ ടു 0 കൊടുത്താൽ y ഈക്വൽ ടു 5 എന്ന് കിട്ടും. y ഈക്വൽ ടു 0 കൊടുത്താൽ x ഈക്വൽ ടു 10 എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ 3x പ്ലസ് 4y ഈക്വൽ ടു 24 ആണ്. ഇതുപോലെ തന്നെ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ y 6 എന്ന് കിട്ടും. വൈക്ക് 0 കൊടുത്താൽ x 8 എന്നും കിട്ടും. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് വെക്കും കൂടെ ചെയ്തോളുന്നു. പിന്നെ കോർണർ പോയിന്റ് നമുക്ക് കിട്ടുമല്ലോ. ഏതാണ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്? ഇതിനെ നമുക്കൊരു കാര്യം ചെയ്യാം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3x പ്ലസ് 6y ഈക്വൽ ടു 30. പിന്നെ ഇവിടെ ഓൾറെഡി 3x പ്ലസ് 4y ഈക്വൽ ടു 24 ഉണ്ട്. മൈനസ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. ഇവിടെ 2y ഈക്വൽ ടു 6 എന്ന് വരും, y ഈക്വൽ ടു 3 അല്ലെ. y ഈക്വൽ ടു 3 എടുത്തിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x ഈക്വൽ ടു 10 മൈനസ് 6 ദാറ്റ് ഇസ് ഈക്വൽ ടു 4. അപ്പോൾ 4 3 ആണ് ഇവിടുത്തെ കോർണർ പോയിന്റ്. 4 3 ആണ് കോർണർ പോയിന്റ്. ആ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ലൈൻ ഗ്രാഫ് വരച്ചു നോക്കാം. ഏതൊക്കെയാണ് പോയിന്റുകൾ? 0 5 ഉം 10 0 ഉം അല്ലെ. അപ്പൊ ആദ്യം 10 വെച്ചിട്ട് നമുക്ക് വാല്യൂസ് മാർക്ക് ചെയ്യാം. സോറി 2 4 6 8 10 x ആക്സിസില്, y ആക്സിസിലും അതുപോലെ തന്നെ 2 4 6 8 and 10. ഓക്കെ, y ആക്സിസ്. കോർണർ പോയിന്റുകൾ നോക്കാം. ഏതൊക്കെയാണ് കോർണർ പോയിന്റ്? 0 5 ഉം 10 0 ഉം. 0 5 and 10 0. 10 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. 10 0 and 0 5. ഇവിടെയാണ് 5 വരിക. ദിസ് ഇസ് 0 5. രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചു. അടുത്ത ലൈൻ, ഇത് ഫസ്റ്റ് ലൈൻ ആണ്. സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ 0 6 ഉം 8 0 ആണ്. 0 6 and 8 0. 8 0 ഉണ്ട് ഒരു പോയിന്റ്. 8 0. പിന്നെ 0 6. ഇതാണ് 0 6. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ലൈൻ. വൃത്തിയായിട്ട് വരയ്ക്കണേ. ഓക്കെ, ഏകദേശം. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഗ്രേറ്റർ ദാൻ 0 ആണ്. അവിടെ 0 0 നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിനും വൈക്കും 0 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് വരും. അത് സാറ്റിസ്ഫൈ ചെയ്യില്ല അല്ലെ. അപ്പൊ അത് ലൈനിന്റെ മുകളിലായിരിക്കും ആ റീജിയൻ. അപ്പൊ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഇതാണ്. അതിന്റെ മുകളിലായിരിക്കും റീജിയൻ. ഇതിന്റെ മുകളിലോട്ടാണ് റീജിയൻ വരിക. ഈ പച്ച ലൈനിന്റെ മുകളിലോട്ടാണ് റീജിയൻ വരിക. ഇനി മറ്റേതോ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ആണ് 0 0 സാറ്റിസ്ഫൈ ചെയ്യും. അതിന്റെ താഴോട്ടാണ്, റെഡ് ലൈനിന്റെ താഴോട്ടാണ് റീജിയൻ വരിക. റെഡ് ലൈനിന്റെ താഴോട്ട്, ഈ റെഡ് ലൈനിന്റെ താഴോട്ട്. അപ്പൊ കോമൺ റീജിയൻ എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇതാണ് കോമൺ റീജിയൻ.
ഈ കാണുന്ന പോർഷനാണ് അവിടുത്തെ കോമൺ റീജിയൻ. അപ്പൊ അതിന്റെ കോർണറുകളാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ കോർണർ ഏതായിരുന്നു? ഇറ്റ് ഇസ് 4-3 അല്ലെ, ഇത് 4-3 ആണ്. അപ്പൊ ഏതൊക്കെ കോർണറുകളാണ് ഉള്ളത്? കോർണേഴ്സ് ഒന്ന് ഈ പോയിന്റ് ആണ് 0-5, പിന്നെ അടുത്തത് ഈ മുകളിലെ പോയിന്റ് ആണത് 0-6, ലാസ്റ്റ് പോയിന്റ് 4-3. 3 പോയിന്റുകളേ ഉള്ളൂ. സെഡിന്റെ വാല്യൂ നോക്കാം, 50x പ്ലസ് 45 അല്ലെ, 50x പ്ലസ് 40y. ഓക്കെ, ഇവിടെ നമ്മൾ സെഡിന് എക്സിന് വൈക്കും 0.5 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് 40 into 5 200 അല്ലെ, ഇത് 60 into 5 240. അടുത്തതോ 200 പ്ലസ് 120 320 എന്ന് കിട്ടും. 320 ആണ്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം വാല്യൂ നമ്മൾ മാക്സിമൈസ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ. മാക്സിമം ഓഫ് സെഡ് എന്താണ്? 320 at 4-3. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് 6 മാർക്കാണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലുള്ള ചോദ്യങ്ങൾ. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതുപോലെ റെഗുലർ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.